കേരളത്തിൻ്റെ ഏറ്റവും വലിയ കീറാമുട്ടിയാണ് മാലിന്യം. മാലിന്യം അസ്ഥാനത്തുള്ള സ്ഥാനം മാറിയിട്ടുള്ള സമ്പത്താണ്. വെസ്റ്റ് ഈസ് എ വെൽത്ത്. പക്ഷേ ഡിസ്പൊസിഷനാണ്. ആ കറക്റ്റ് സ്ഥലത്ത് ചിലപ്പോൾ അത് മാലിന്യമായിരിക്കാം. പക്ഷെ അതിൻ്റെ രൂപം മാറുമ്പോൾ, ഭാവം മാറുമ്പോൾ അത് മാലിന്യം സമ്പത്തായി മാറും എന്നൊരു കൺസെപ്റ്റ് ലോകത്തുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും കൊണ്ട് ആ കൺസെപ്റ്റാണ്. ഇന്ന് പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനവുമാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ 50 മൈക്രോണിന് താഴെയുള്ള ക്യാരി ബാഗുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നുള്ള അത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്, മാർക്കറ്റിൽ ലഭ്യമാണ്. അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ ദിനം കൂടിയാണിന്ന്. ഇതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മാലിന്യ സംസ്കരണത്തിൽ അപാകതകൾ ഉണ്ടായി എന്ന് സ്വയം മേയർ വിലയിരുത്തി ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് വിചാരിച്ച പോലെ മാലിന്യ സംസ്കരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പല കാരണങ്ങളാൽ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷയം പ്രധാനമാണ്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നമ്മൾ മാലിന്യമുക്ത കേരളം, മാലിന്യ വിമുക്ത കേരളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ ഇരുട്ടിൽ തപ്പുക തന്നെയാണ്. മാലിന്യ സംസ്കരണത്തിന് പുതിയ അതോറിറ്റി, സീരിയസ് ആയിട്ടുള്ളൊരു അതോറിറ്റി വരും എന്നാണ് നമ്മുടെ KM ഷാജി തദ്ദേശഭരണ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ മീറ്റിംഗ് ടുഗദർ എന്ന് പറയുന്ന അത് ഡൽഹിയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ പത്രക്കാരുമായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞത്. മാലിന്യ സംസ്കരണത്തിന് അതോറിറ്റി വരും. ആദ്യകാലം മുതൽ കുറേ വർഷക്കാലം ജലവും പരിസ്ഥിതിയും മാലിന്യവും ഇതെല്ലാ മേഖലകളെയും ശ്രദ്ധിക്കുന്ന ആളെന്നുള്ള നിലയിലും തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്ത് ഇത്തരം പല പരിപാടികളുടെയും പല പ്രോജക്റ്റുകളുടെയും ഭാഗമായിരുന്ന ആളെന്നുള്ള നിലയിൽ ശുചിത്വ മിഷൻ്റെ നല്ല നാട് നല്ല വെള്ളവും എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗമായിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെ കുറേ ബന്ധങ്ങളും അക്കാഡമിക് കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിന് നമുക്കൊരു വിഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. മാലിന്യ സംസ്കരണത്തിന് നമ്മൾ ആദ്യം കേന്ദ്രീകൃത പ്ലാന്റുകളെ പിടിച്ചു. വിളപ്പിശാല അടക്കമുള്ള തിരുവനന്തപുരത്ത് വിളപ്പിശാല അടക്കമുള്ള ഫാക്ടറികളെ പിടിച്ചു. അത് വച്ച് സാധിക്കാമെന്ന് ശിവൻകുട്ടി മേയറായിരുന്നപ്പോൾ വിചാരിച്ചു. അതേപോലെ ഇപ്പോൾ മന്ത്രിയൊക്കെയായി അതും കഴിഞ്ഞു. പക്ഷേ ഫാക്ടറി പരാജയപ്പെട്ടതോടുകൂടി, പരാജയപ്പെടുത്തിയതാണ്, സ്വയം പരാജയപ്പെട്ടതല്ല, എല്ലാവരും കൂടി ഫാക്ടറിയെ പരാജയപ്പെടുത്തിയതോടുകൂടി അവിടെ പിന്നെ മാത്രമല്ല കേരളത്തിൽ ഒരിടത്തും അങ്ങനൊരു ഫാക്ടറി ചെയ്യാൻ കഴിഞ്ഞില്ല, സാഹചര്യമില്ലാതായി. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് ഫാക്ടറികൾ വയ്ക്കാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മാലിന്യ സംസ്കരണം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള പുതിയൊരു ടാഗ് ലൈനുമായി, സ്ലോഗനുമായി ഗവൺമെൻറ് വന്നു. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ആണ് പ്രധാനം. പൈപ്പ് കമ്പോസ്റ്റും കലം കമ്പോസ്റ്റും ബയോഗ്യാസ് പ്ലാന്റുകളും മണ്ണിര കമ്പോസ്റ്റും അത് എല്ലാം വീടുകളിൽ ചെയ്യുന്നതാണ് പ്രായോഗികം എന്ന് പറഞ്ഞുള്ള എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ക്യാമ്പയിൻ വന്നു. അതും ഒരു പരിധിക്കപ്പുറം ക്യാമ്പയിൻ മുന്നോട്ട് പോയില്ല. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മാൻഡേറ്ററി ആയിട്ടുള്ള മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് തദ്ദേശഭരണ സ്ഥാപനത്തിലെ മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു ചുമതലയാണ് മാലിന്യ സംസ്കരണം. പക്ഷേ നമ്മളിപ്പോഴും ഇരുട്ട് തൽപ്പുകയാണ്. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ഹരിതകർമ്മസേനയുടെ ഒരു വനിത വന്നിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറയുന്നു. സമ്മതിച്ചു, പകരം എന്തുപയോഗിക്കണം? അപ്പോൾ പറയുന്നത് തുണിസഞ്ചി. എവിടെ തുണിസഞ്ചി? നമ്മൾ വീട്ടുകാർ തുണി വാങ്ങി അല്ലെങ്കിൽ പഴയ ഡ്രസ്സ് പഴയതാകുമ്പോൾ അതിനെ വെട്ടിത്തച്ച് ഡ്രസ്സാക്കി ഈ സഞ്ചിയാക്കി കൊണ്ട് നടക്കണോ? ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? അത് പ്രാക്ടിക്കൽ അല്ല. വ്യാപകമായ തുണിസഞ്ചി സർക്കാർ പ്രൊമോട്ട് ചെയ്യണം, കുടുംബശ്രീ വഴിയും കോർപ്പറേഷൻ വഴി. ഈ കോർപ്പറേഷൻ ഇത്രയും പറയുന്നുണ്ടല്ലോ, PB രാജേഷ് ഈ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു പേപ്പർ ബാഗ് യൂണിറ്റ് തിരുവനന്തപുരത്ത് തുടങ്ങാത്തതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയും. ഒരു തുണിസഞ്ചി യൂണിറ്റ് ഒരു 10-20 തുണിസഞ്ചി യൂണിറ്റ് തിരുവനന്തപുരത്ത് തുടങ്ങാത്തതന്നെ. ജൂട്ട് കൊണ്ടുള്ള, പാള കൊണ്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പാള പ്ലേറ്റുകൾ നന്നായി പ്രകൃതിയുമായി ചേരുന്നതാണ്. ഈ പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുന്ന സകല പരിപാടി മതിയാക്കാൻ പറ്റും. നമ്മൾ പാള ഒരു കാലഘട്ടത്തിൽ മത്സ്യം വാങ്ങുന്നതിനുൾപ്പെടെ മനോഹരമായി ഉപയോഗിച്ചിരുന്നവരല്ലേ മലയാളികൾ. പാളയിലല്ലേ വാങ്ങിക്കൊണ്ട്. ഞാനൊക്കെ എൻ്റെ വിദ്യാർത്ഥിയായിരിക്കുന്ന പഠിക്കുന്ന കാലത്ത് നിരവധി പ്രാവശ്യം ചന്തയിൽ പാളയിൽ അഭിമാനപൂർവ്വമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ ഒരു രഹസ്യമായിട്ട് പാള വെച്ചുകൊണ്ടല്ല വന്നത്. വളരെ അഭിമാനത്തോടുകൂടി പാളയിൽ മത്സ്യം വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. മത്സ്യം ഉൾപ്പെടെ പച്ചക്കറി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ പാളയുടെ സാധ്യത, ജൂട്ടിൻ്റെ സാധ്യത, അതുപോലെ തന്നെ
തുണിയുടെ സാധ്യത, ബനിയൻ കോട്ട് കിട്ടും, അതുപയോഗിച്ചുള്ള തുണികൾ, പിന്നെ പേപ്പർ ബാഗിനൊക്കെ മനോഹരമായ യൂണിറ്റുകൾ വരേണ്ട എത്രയോ കാലം കഴിഞ്ഞു. ഇവിടെ ചിറയൻകീഴുള്ള ഒരു വ്യക്തിയാണ് കോയമ്പത്തൂർ പോയി പേപ്പർ ഫാക്ടറി നടത്തുന്നത്. 2004 കാലഘട്ടത്തിൽ, 2002, 2003 കാലഘട്ടത്തിൽ ഞാൻ കേരളത്തിൽ വലിയൊരു ക്യാമ്പയിൻ്റെ ചുമതല വഹിക്കാൻ എനിക്ക് അവസരം കിട്ടി. അന്ന് ലാൻഡ് യൂസ് ബോർഡിൻ്റെ കമ്മീഷണറായിരുന്ന ശ്രീ അൽഫോൺസ് കണ്ണന്താനമായിരുന്നു അതിൻ്റെ ഒരു ചുമതല വഹിച്ച്. അദ്ദേഹം കമ്മീഷണറായിരുന്ന സമയത്ത് ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ, ഈ ക്യാരി ബാഗിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയ കോളേജുകളിലൊക്കെ. അതിൻ്റെ സമ്മിങ് അപ്പൊക്കെ തിരുവനന്തപുരത്താണ് നടന്നത്. വലിയ പരിപാടി നമ്മൾ നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സർക്കാരിനൊരു ശുപാർശ, അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്, കൊടുത്തതാണ്. കോയമ്പത്തൂരുള്ള മലയാളിയായിട്ടുള്ള ചിറയൻകീഴുകാരനായിട്ടുള്ള ഒരു പേപ്പർ ബാഗ് നിർമ്മാണ ഫാക്ടറിയുണ്ട്. അവർ ലോകത്തെല്ലായിടത്തും ഒരുപാട് രാജ്യങ്ങളിലേക്ക് പേപ്പർ നിർമ്മാണം നടത്തി കൊടുക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അവരെ പോലെയുള്ള മലയാളികളാണ് അദ്ദേഹം. അവരെ പോലെയുള്ളവരെ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ പരമാവധി കോർപ്പറേഷനിലും അവിടെ ഇവിടെയൊക്കെ മാക്സിമം യൂണിറ്റുകൾ സ്ഥാപിച്ച് പേപ്പർ ബാഗ്, തുണിസഞ്ചി ഇതെല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനം ഒരു വശത്ത്. മറുവശത്ത് ഒന്നുകിൽ കേന്ദ്രീകൃതം അല്ലെങ്കിൽ വികേന്ദ്രീകൃതം എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അതിന് പകരമായി കേന്ദ്രീകൃതവും വേണം, വികേന്ദ്രീകൃതം വേണം, മധ്യതലവും മിഡിൽ ലെയറും വേണം. 3 ലെയറുകളിലായി ഹൈ ലെവൽ, ഹൈ പ്രൊഫഷണൽ ലെവൽ, ഹൈ ലെവൽ, മിഡിൽ ലെവൽ, പിന്നെ ലോ ലെവൽ മീൻസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, 3 ലെവലിലും പൊതു മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ബയോഗ്യാസ് പ്ലാന്റ് ആകട്ടെ, വെർമി കമ്പോസ്റ്റ് ആകട്ടെ, വീടുകളിലുള്ള കമ്പോസ്റ്റുകളാകട്ടെ, അത് വേറൊരു അധ്യായമാണ്. അതും കൂടി വന്നല്ലാതെ ഇതിന് പരിഹാരമുണ്ടാകില്ല. ഒരു ത്രിമുഖ തന്ത്രം കൊണ്ടല്ലാതെ മാലിന്യ സംസ്കരണം സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നില്ല. അത് കൃത്യമായി വരുന്ന അതോറിറ്റി നിശ്ചയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. വളരെ കൃത്യമായ ഒരു ഇടപെടലിലൂടെ മാത്രമേ, വലിയ ബഹുജന വിദ്യാഭ്യാസത്തിലൂടെയും കൃത്യമായ പരിഹാരത്തിലൂടെ മാത്രമേ, കർശനമായ നിയമത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ, കർശനമായ നിയമം, അതികർശനമായ വളരെ കർശനമായ നിയമം 1. 2, സൗകര്യങ്ങൾ, ഇതിനാവശ്യമായ അൾട്രാ മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങൾ. ഈ ഹരിതകർമ്മസേന കൈകൊണ്ട് വരുന്ന പരിപാടി കൊണ്ടൊന്നും ഇത് തീരില്ല. അവരെ കുറ്റം പറയുന്നതല്ല, തീരില്ല. കുറേ കൂടി പ്രൊഫഷണലായിട്ടുള്ള, മെക്കനൈസ് ചെയ്തിട്ടുള്ള, കുറേ കൂടി യന്ത്രവൽക്കരിക്കപ്പെടുന്ന ഒരു രീതിയൊക്കെ കൊണ്ടുവരികയും ത്രിമുഖ തന്ത്രം, അതായത് വലിയ പ്ലാന്റുകളും നമുക്ക് ആവശ്യമുണ്ട്, മധ്യതല പ്ലാന്റുകളും ആവശ്യമുണ്ട്, ചെറിയ പ്ലാന്റുകളും ആവശ്യമുണ്ട്. ഇത് കൊണ്ടുവരാൻ സമയത്ത് ജനങ്ങളുടെ എതിർപ്പ് വലിയ പ്ലാന്റുകൾക്കുണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. വിളപ്പിശാല തോറ്റുപോയതുകൊണ്ട്, പരാജയപ്പെട്ടതുകൊണ്ട് ഉണ്ടാകും. അവരെ പക്ഷെ വിശ്വാസത്തിലെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനുള്ള ബഹുജന വിദ്യാഭ്യാസം എന്ത് എന്നുള്ളത് ഗൗരവമായി സർക്കാർ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും കോർപ്പറേഷൻ ഇതിനകത്തൊരു പരാജയം സമ്മതിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ശുഭാപ്തി വാർത്ത, സംസ്ഥാന സർക്കാരും ഇതിനോട് അതോറിറ്റി രൂപീകരിക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായും അത് കോർപ്പറേഷന് ഗുണകരമായിരിക്കും. അങ്ങനെ പുതിയ ഒരു സംവിധാനം വരുന്നു എന്നും കേൾക്കുന്നു.